A very good morning to each and every one of you. So, you know that you all do not have the textbook. നമ്മളിൽ പലരും കണ്ടെയ്ൻമെൻറ്റ് സോണിലാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇപ്പം ഞാൻ തുടങ്ങാൻ പോകുന്ന എസ്സേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എസ്സേയാണ്. കാരണം നമ്മളെല്ലാവരും സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റിലൊക്കെ നമ്മൾ എല്ലാവരും ആക്റ്റീവായിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് വി ആർ സ്റ്റാർട്ടിങ് ദ ഇൻട്രസ്റ്റിംഗ് എസ്സേ ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ എസ്സേ ഞാനിപ്പം ഇത് കാണിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ഇല്ല. ദാറ്റ്സ് വൈ ഐ ഡിസൈഡഡ് ടു സ്റ്റാർട്ട് ദിസ് എസ്സേ. ആൻഡ് ഹെൻസ് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചെന്നാൽ ഇപ്പം എനിക്കിന്ന് നിങ്ങൾക്ക് അവറില്ല, പക്ഷേ യു ക്യാൻ ടേക്ക് ദിസ് ആസ് എ ക്ലാസ് ദാറ്റ് നമ്മുടെ പഴയ മിസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾക്ക് എല്ലാം കൂടി ചേർന്നിട്ടുള്ള എൻ്റെ ഒരു എക്സ്ട്രാ ക്ലാസ് ആയിട്ട് വേണം നിങ്ങളിത് എടുക്കാൻ. ഓക്കെ, അപ്പം ഞാൻ ആദ്യം പറയാനുള്ളത് ഫേസ്ബുക്ക് ഈസ് മേക്കിംഗ് അസ് മിസറബിൾ ബൈ ഡാനിയൽ ഗുലാറ്റി. ഡാനിയൽ ഗുലാറ്റി എന്ന് പറയുന്ന ഹീസ് എ ന്യൂയോർക്ക് ബേസ്ഡ് ടെക്നിക്കൽ അല്ലെങ്കിൽ ടെക് ഓൺട്രപ്രണർ ഓഫ് ഏഷ്യൻ ഓസ്ട്രേലിയൻ ഒറിജിൻ. അപ്പം നമുക്ക് അത് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി എസ്സേ നമുക്കത് കാണാൻ പറ്റും. See, this is Daniel Gulati. He is a tech entrepreneur based in New York. He is a co-author of the book and the other Passion and Purpose, Stories from the Best and Brightest Young Business Leader, and a contributor to the HBR Guide to Getting the Right Job. Okay, ബാക്കി നിങ്ങൾ ഫോളോ ഹിം ഓൺ ഇൻസ്റ്റാഗ്രാം ഓർ വാട്ട് എവർ ഇറ്റ് ഈസ്, ജസ്റ്റ് ലീവ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് കാര്യം. സോ ഗുലാറ്റി ഹീസ് ടുക്ക് എ ബാച്ചിലേഴ്സ് ഡിഗ്രി ഫ്രം ദി യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ സൗത്ത് വെയിൽസ് ആൻഡ് ഓൾസോ ആൻ MBA ഫ്രം ഹാർവേഡ് ബിസിനസ് സ്കൂൾ. ആൻഡ് ഹീ ഈസ് ഓൾസോ റൈറ്റിംഗ് അബൌട്ട് ദ ഡിഫറെൻറ്റ് ഡൈമെൻഷൻസ് അല്ലെങ്കിൽ പല രീതിയിലുള്ള പല കാര്യങ്ങളെ പറ്റി എഴുതുന്ന ഒരാൾ, ഫേസ്ബുക്കിനെ പറ്റിയും എല്ലാം എഴുതുന്ന ഒരാളാണ് അയാൾ. സാധാരണ നമ്മൾ കാണുന്ന ഒരു മോട്ടിവേഷണൽ സ്പീക്കർ എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരാൾ. ദാറ്റ് ഈസ് ഗുലാറ്റി, ഡാനിയൽ ഗുലാറ്റി. ഓക്കെ, സോ ഗോയിങ് ടു ദ ടോപ്പ്, ദാറ്റ് മീൻസ് ഗോയിങ് ടു ദ essay, you can see Facebook is making us miserable. Okay, that is the name of the essay. So when Facebook was founded in 2004, it began with a seemingly innocuous mission to connect friends. Innocuous എന്ന് പറഞ്ഞാൽ ഹാംലെസ്, ഒരു ഹാമും ചെയ്യാത്തത്. സോ ഫേസ്ബുക്ക് ആദ്യം ഫൗണ്ടഡ് ഇൻ 2004 ബൈ ഹൂം, എല്ലാവർക്കും അറിയാവുന്ന പേരാണ്, മാർക്ക് സുക്കർബർഗ് ആണ്. ആൻഡ് ഇറ്റ് ബിഗാൻ വിത്ത് എ സീമിംഗ്ലി ഹാംലെസ് മിഷൻ. And what was the mission of Facebook? It was to connect friends. Some 7 years, അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഒരു 7 വർഷം കഴിഞ്ഞിട്ട് 800 million users later, 800 million users ഫേസ്ബുക്ക് യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പം 7 വർഷത്തിന് ശേഷമാണ് ഇത് നടക്കുന്നത്. The social network has taken over most aspects of our personal and professional lives and is fast becoming the dominant communication platform of the future. അപ്പോൾ what is he saying? He is saying that ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് നമ്മളുടെ റിയൽ വേൾഡുമായിട്ട് ഒരുപാട് അറ്റാച്ച്ഡ് ആണ്. അപ്പം അത് ഏകദേശം ഈ വെർച്വൽ വേൾഡ് നമ്മളുടെ റിയൽ വേൾഡിനെ മാറ്റി അത് അതിൻ്റെ സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ്. സോ ഹൗ ഇസ് ഇറ്റ് പോസിബിൾ? കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് നേടിയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങളുടെ തലമുറ, നിങ്ങളുടെ അല്ല ഞങ്ങളുടെ തലമുറ. അപ്പം ഞങ്ങൾക്കിപ്പം ഈ 2004 എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ഏതായാലും ഒരു 10th പഠിക്കുന്ന ഒരു സമയം. ഓക്കെ, ആൻഡ് ഡ്യൂറിങ് ദിസ് ടൈം we had lost many precious friends. അപ്പോൾ ഇവരൊക്കെ എവിടെയാണ്, എന്താണ്, കോണ്ടാക്റ്റൊക്കെ നമുക്ക് കീപ്പ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ടെലിഫോൺ ദം. അപ്പോൾ നമുക്ക് മൊബൈൽസ് ഒന്നുമില്ല, ടെലിഫോൺ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്ന കത്തൊക്കെ എഴുതി കൊടുക്കണം. അപ്പോൾ അതിന് പകരം ഫേസ്ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിനെ നമുക്ക് എല്ലാവരെയും കൂടെ ഒരു പേജിൽ വരുത്തി സംസാരിക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ട് എ കോൺവെർസേഷൻ എന്ന ഗ്രൂപ്പ് തുടങ്ങാം, അല്ലെങ്കിൽ ഈ വാട്സാപ്പ് പോലെ തന്നെ വി ക്യാൻ സിംപ്ലി ടേക്ക് ഒരു പേജ് അങ്ങനെ ഫോം ചെയ്തിട്ട് അതിൻ്റെ അഡ്മിൻ നമ്മളായിട്ട് നമുക്ക് ചുമ്മാ പോസ്റ്റ് ചെയ്ത് നമ്മൾ ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ച് വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പം ഞങ്ങളുടെ ജനറേഷനാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടിയത്. കാരണം ഞങ്ങളുടെ പഴയ കുറച്ച് മിസ്സിങ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെയൊക്കെ ഞങ്ങൾക്ക് കിട്ടി.
ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് വി ആർ ചിറ്റ് ചാറ്റിംഗ് വിത്ത് ഹിസ് ഫ്രണ്ട്സ്. ഞങ്ങൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സുമായിട്ട്. അപ്പം നമ്മുടെ ഈ റിയൽ വേൾഡുമായിട്ട് നമുക്കൊരു അറ്റാച്ച്മെൻ്റ് ഇല്ല, നമ്മളുടെ വീട്ടിലിരിക്കുന്ന ആൾക്കാരുമായിട്ട് നമുക്കൊരു അറ്റാച്ച്മെൻ്റ് ഇല്ല. പകരം വി ആർ ഓൾവേസ് ഹാവിങ് അറ്റാച്ച്മെൻറ്റ് വിത്ത് ദ പീപ്പിൾ ഹു ആർ ഇൻ ദ വെർച്വൽ വേൾഡ്. വെർച്വൽ ആയിട്ടുള്ള ഈ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റിൽ നമ്മളെപ്പോലെ തന്നെ ഇൻ്റർനെറ്റിൽ കയറി ഇരുന്ന് സംസാരിക്കുന്ന ആൾക്കാരുമായിട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ പറ്റുന്നത്. ഓക്കെ. But this new world of ubiquitous എന്ന് പറഞ്ഞാൽ it is seeming to be omnipresent എന്ന് വെച്ചാൽ എന്താ, എല്ലായിടത്തും പ്രസൻ്റ് ആയിട്ടുള്ള, എല്ലായിടത്തും. അപ്പം but this new world of ubiquitous, എല്ലായിടത്തും പ്രസൻ്റ് ആയിട്ടുള്ള ഒരു വേൾഡ് കണക്ഷൻസ് ഹാസ് എ ഡാർക്ക് സൈഡ്. ഓഫ് കോഴ്സ് ഇത് എല്ലായിടത്തും പ്രസൻ്റ് ആണ്, പക്ഷേ ഈ ഒരു വെർച്വൽ വേൾഡിന് ഇറ്റ് ഹാസ് എ ഡാർക്ക് സൈഡ് ഓഫ് ഇറ്റ്സ് ഓൺ. ഇൻ മൈ ലാസ്റ്റ് പോസ്റ്റ്, ഇതിപ്പോൾ ഫേസ്ബുക്കിലെ കാര്യമാണ്, ഫേസ്ബുക്കിലാണ് പുള്ളി ഇത് എഴുതിയിടുന്നത്. സോ ഹീസ് ടെല്ലിങ് ദാറ്റ് ഇൻ മൈ ലാസ്റ്റ് പോസ്റ്റ് I noted that Facebook and social media are major contributors to career anxiety. ഞാൻ നേരത്തെ എൻ്റെ പോസ്റ്റിൽ കൂടെ ഞാൻ പറഞ്ഞായിരുന്നു ദാറ്റ് ഫേസ്ബുക്കും സോഷ്യൽ മീഡിയയും ആണ് മേജർ കോൺട്രിബ്യൂട്ടേഴ്സ് ടു കരിയർ ആങ്സൈറ്റി. കരിയർ ആങ്സൈറ്റിക്ക് ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ കൊടുക്കുന്നത് ഫേസ്ബുക്കും പിന്നെ സോഷ്യൽ മീഡിയയുമാണ്. After seeing some of the comments and reactions to the post, it's clear that Facebook in particular takes it a step further. It is actually making us miserable. അപ്പം ഞാൻ എഴുതിയ പോസ്റ്റിൻ്റെ താഴെ വന്നിട്ടുള്ള കമൻസ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായി. കാരണം എല്ലാവർക്കും ഈ പറഞ്ഞ കരിയർ ആങ്സൈറ്റി ഉണ്ട്, എല്ലാവരുടെയും ലൈഫ് മിസറബിളാണ്. അപ്പം വേറൊരാളെ ഇപ്പം നമ്മളിൽ പലരും ഇപ്പം നമ്മളുടെ അമ്മമാരൊക്കെ സീരിയൽ കാണുമ്പോൾ നമ്മളിൽ പലരും പറയാറുണ്ട്, അയ്യ അമ്മ സീരിയലൊന്നും കാണാതെ, കണ്ടു കഴിഞ്ഞാൽ അമ്മയുടെ സ്വഭാവം അങ്ങനെയൊക്കെ ആകും. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ ജെലസ് ആയിട്ടുള്ള സ്ത്രീകളാണോ വീട്ടിലിരിക്കുന്നത് ഈ സീരിയലിൽ കാണുന്ന പോലെ. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പം ഇതിൻ്റെ അകത്ത് പറയുന്നത് എന്താണ്, ഫേസ്ബുക്ക് ഈസ് മേക്കിംഗ് കരിയർ ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ കരിയർ ആങ്സൈറ്റി ദാറ്റ് ദേ ആർ സ്പീക്കിംഗ് വിത്ത്. കരിയർ ആങ്സൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ലൈഫ് അയാൾ എക്സ്പോസ് ചെയ്യുന്നത് ഈ പറയുന്ന ഫേസ്ബുക്കിൽ കൂടി അല്ലെങ്കിൽ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റിൽ കൂടിയാണ്. ഈ പറയുന്ന ഇയാളുടെ ലൈഫ് എക്സ്പോസ് ചെയ്യുമ്പോൾ എന്താ പറ്റുക, അയാളുടെ സെയിം ആയിട്ടുള്ള ഒരേ ലെവലിൽ പഠിച്ചു വന്ന വേറൊരാൾ, അല്ലെങ്കിൽ ചിലപ്പോൾ അയാളെക്കാളും ഒരുപാട് ഉന്നതിയിൽ എത്തേണ്ട വേറൊരാൾ, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം അയാൾക്ക് ഇയാളെ പോലെ എത്താൻ പറ്റിയിട്ടില്ല. അപ്പം ദാറ്റ് ക്രിയേറ്റ്സ് എ ടൈപ്പ് ഓഫ് കരിയർ ആങ്സൈറ്റി, ഒരു കൈൻഡ് ഓഫ് വെപ്രാളം അല്ലെങ്കിൽ ഒരു പരവേശം എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ പറയുന്ന ഫേസ്ബുക്കും അല്ലെങ്കിൽ സോഷ്യൽ നെറ്റ്വർക്ക്സും. ഓക്കെ. Facebook's explosive rate of growth and recent product releases suggest a prominent new sticker. അപ്പം ഇതിൻ്റെ അകത്ത് പെട്ടെന്ന് പറയുന്നത് ഫേസ്ബുക്കിൻ്റെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള പെട്ടെന്നുള്ള വളർച്ചയെ പറ്റിയാണ്. അപ്പോൾ പെട്ടെന്നുള്ള വളർച്ചയിൽ എന്തൊക്കെയാണ് പറ്റുന്നത്, അപ്പോൾ കാലത്തിനൊത്ത് നമ്മൾ നീങ്ങണമെന്ന് പറയുന്ന പോലെ കാലത്തിനൊത്ത് ഫേസ്ബുക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതിൻ്റെ അകത്ത് കാലത്തിനൊത്ത് നീങ്ങുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് പ്രോമിനൻ്റ് ആയിട്ട് ന്യൂസ് സ്റ്റിക്കേഴ്സ് എന്ന് പറയുന്ന ഒരു സാധനം വരും. ന്യൂസ് സ്റ്റിക്കർ എന്ന് വെച്ചാൽ എന്താ, അത് ഒരു ടെലിവിഷൻ സ്പേസ് പോലെ ഉള്ളൊരു സംഭവമാണ്. അതിൻ്റെ അകത്ത് ഹെഡ്ലൈൻസ് അല്ലെങ്കിൽ മൈനർ പീസസ് ഓഫ് ന്യൂസ് ഒക്കെ നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ പറ്റും ഈ ന്യൂസ് സ്റ്റിക്കറിൻ്റെ അകത്ത്. അപ്പം ഈ ന്യൂസ് സ്റ്റിക്കറൊക്കെ വരുന്നത് ഇപ്പം നമ്മൾ ഏഷ്യാനെറ്റിൻ്റെ ഒരു സൈറ്റ് അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഒരു സൈറ്റിൽ കയറി നമ്മളിപ്പം ന്യൂസ് വായിച്ചെന്ന് വെച്ചോ, ആ ന്യൂസിൻ്റെ പല പിന്നീടുള്ള ഫോളോ അപ്സൊക്കെ ചിലപ്പോൾ നമുക്ക് ഫേസ്ബുക്കിൽ നമ്മുടെ ഹോം പേജിൽ വരാൻ സാധ്യതയുണ്ട്, മനസ്സിലായോ. അപ്പം അത് വെച്ച് നമ്മൾ പ്രൊമോട്ട് ചെയ്യണം അവർ ആ പേജിലോട്ട് നമ്മൾ കടന്നു ചെന്ന് വായിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ന്യൂസ് സ്റ്റിക്കർ ഉണ്ട്, പിന്നെ ടോപ്പ് സ്റ്റോറീസ് ഉണ്ട്. ടോപ്പ് സ്റ്റോറീസ് എന്ന് വെച്ചാൽ അന്ന് ഫേസ്ബുക്കിൽ നടന്ന ടോപ്പ് സ്റ്റോറീസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അന്ന് നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ നടന്ന ടോപ്പ് സ്റ്റോറീസ് ഏതൊക്കെയാണ് അതിനെപ്പറ്റി പറയുന്നത്. ഓൺ ദ ന്യൂസ് ഫീഡ് and large photos have all been focused on one goal. ഒരുപാട് ലാർജർ ഫോട്ടോസൊക്കെ നമുക്ക് ഇടാൻ പറ്റും ഫേസ്ബുക്കിൽ. ഉദാഹരണത്തിന് നമുക്ക് പ്രൊഫൈൽ പിക്ചറും ഇടാം, കവർ ഫോട്ടോയും ഇടാം. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു കാലത്ത് നമുക്ക് കവർ ഫോട്ടോ ഇടാൻ പറ്റില്ലായിരുന്നു. കവർ ഫോട്ടോയൊക്കെ വന്നിട്ട് ഇപ്പോൾ ഒരു 5-6 വർഷമേ ആയിട്ടുള്ളൂ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് കവർ ഫോട്ടോ എന്ന് പറയുന്ന സംഭവം ഇല്ല. വി ഹാവ് ജസ്റ്റ് എ ഫേസ്ബുക്ക് പ്രൊഫൈൽ ആൻഡ് പ്രൊഫൈൽ പിക്ചർ. ഓക്കെ,
അപ്പം ഇറ്റ് ഈസ് ഓൾ ഫോക്കസ്ഡ് ഓൺ വൺ ഗോൾ. എന്താണ് ആ ഗോൾ? പ്രൊമോഷനാണ്. എൻകറേജിങ് മോർ ഷെയറിങ്. നമ്മളിപ്പം ഒരു കോഡ്സ് അല്ലെങ്കിൽ ഒരു കവർ ഫോട്ടോ അല്ലെങ്കിൽ ഒരു ന്യൂസ് ഫീഡ് എന്തെങ്കിലും നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ എന്താ, ബാക്കിയുള്ളവരത് കാണുന്നുണ്ട്. പക്ഷേ ഈ നമ്മൾ എഴുതുന്ന പോസ്റ്റുകളോ നമ്മൾ ഷെയർ ചെയ്യുന്ന പല കാര്യങ്ങളോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുകയോ കമൻറ്റ് ചെയ്യുകയോ ചെയ്യണമെന്നില്ല. മനസ്സിലായോ? അപ്പം അതിൽ ഒരു വ്യത്യാസമുണ്ട്. ആവശ്യക്കാർ മാത്രം അതെടുക്കുക, ബാക്കിയുള്ളവർ ഹൈഡ് ചെയ്ത് അല്ലെങ്കിൽ ഒരു വിർച്വൽ വേൾഡിലിരുന്ന് അവരതൊക്കെ ഒളിഞ്ഞിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം. ഓക്കെ. As it turns out, it is precisely this hyper-sharing that is threatening our sense of happiness. ഈ ഒരു ഷെയറിങ് വെച്ചിട്ടാണ് നമ്മളുടെ ഹാപ്പിനെസ്സിന് ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. കാരണം ഈ ഷെയറിങ് ഓഫ് വാട്ട്, നമ്മളുടെ യൂഷ്വലി നമ്മളൊരു കാര്യം കണ്ടിട്ടുണ്ട്. അതായത് നമുക്കിപ്പം വിഷമം വരുന്നു, വി ഓൾവേസ് ലിങ്ക് ഇറ്റ് വിത്ത് ഫേസ്ബുക്ക്. വിഷമം വരുവാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഫേസ്ബുക്കിൽ കുറേ വിഷമങ്ങളുള്ള കോഡ്സ് എടുത്തിടും, അല്ലെങ്കിൽ ഒരു പെണ്ണ് കരയുന്ന ഒരു DP എടുത്തിടും. അപ്പോൾ ഇതൊക്കെ നമ്മൾ വി ആർ telling the world around us how we are feeling at that particular moment. നമ്മളിപ്പോൾ സന്തോഷത്തിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഉടനെ സന്തോഷത്തിൻ്റെ ഒരു കോട്ട് അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ ഒരു പിക്ചർ, നമുക്കിപ്പോൾ നമ്മളുടെ ഫാമിലിയുമായിട്ടൊരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഫാമിലി പിക്ചർ, പിന്നെ ഗ്രൂപ്പ് ഫാമിലി ഫോട്ടോസ്, ഇങ്ങനെയൊക്കെ ഇടാൻ സാധ്യതയുണ്ട്. അപ്പം എൻ്റെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയൊക്കെ ഇടുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ഇടുമ്പോൾ എന്താ പറ്റുക, നമുക്ക് ഈ നമ്മളുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ ഈ കേൾക്കുന്നവരിൽ 99% ആൾക്കാരും ഭയങ്കര സന്തോഷത്തിലാണ് ഈ പ്രശ്നങ്ങൾ കേൾക്കുന്നത്. 1% ആൾ മാത്രമേ നമ്മളുടെ ഒപ്പം വിഷമിക്കത്തുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഈ കാണിക്കുന്ന ഓരോ നല്ല കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മളുടെ ഓരോ വിഷമങ്ങളും എല്ലാം സന്തോഷിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇറ്റ് ഈസ് ബ്രിങ്ങിങ് എ സെൻസ് ഓഫ് unhappiness also. It is also bringing a threatening the sense of happiness of the people around us. മനസ്സിലായോ? In writing Passion and Purpose, I monitored and observed how Facebook was impacting the lives of hundreds of young business people. ഓക്കെ. പാഷൻ ആൻഡ് പേർപ്പസ് എന്ന് പറയുന്നത് ഡാനിയൽ ഗുലാറ്റിയുടെ വേറൊരു ബുക്കാണ്. ആൻഡ് ഇൻ ദാറ്റ് ബുക്ക് ഹി ഹാസ് മോണിറ്റേർഡ് ആൻഡ് ഒബ്സർവ്ഡ് ഹൗ ഫേസ്ബുക്ക് വാസ് ഇമ്പാക്റ്റിംഗ് ദ ലൈഫ്സ് ഓഫ് ഹൺഡ്രഡ്സ് ഓഫ് യങ് ബിസിനസ് പീപ്പിൾ. യങ് ബിസിനസ് പീപ്പിൾ മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരുടെ മൈൻഡ് സെറ്റ് എങ്ങനെ മാറ്റാൻ സാധ്യതയുണ്ട് എന്നതിനെപ്പറ്റി പറയുന്നുണ്ട്. As I went about my research, it became clear that behind all the liking, commenting, sharing and posting, there were strong hints of jealousy, anxiety and in one case depression. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സന്തോഷിച്ചിടുന്ന ഒരു ഫോട്ടോ, അല്ലെങ്കിൽ നമ്മളിപ്പം ഞാനിപ്പോൾ ന്യൂയോർക്കിൽ പോയി, അല്ലെങ്കിൽ ഞാനിപ്പോൾ തായ്ലാൻഡിൽ പോയി വെക്കേഷൻ എൻജോയ് ചെയ്യുന്നു, മാലീസിൽ പോയി വെക്കേഷൻ എൻജോയ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ഓൾവേസ് ബ്രിങ്ങിങ് എ കൈൻഡ് ഓഫ് ഇൻസെക്യൂരിറ്റി വിത്തിൻ ദ മൈൻഡ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അവിടെ ചെല്ലാൻ പറ്റാത്ത ആൾക്കാരുടെ മനസ്സിൽ അതിനെപ്പറ്റിയുള്ളൊരു വിഷമം കാണും, കുശുമ്പ് കാണും. അപ്പോൾ അതൊക്കെ അവർ ചിലപ്പം കണ്ടു കഴിഞ്ഞാലും അവർ ലൈക്ക് അടിക്കത്തില്ല. നമ്മൾ നമ്മുടെ ന്യൂസ് ഫീഡിനകത്ത് നമ്മളുടെ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യാറുണ്ട് അല്ലേ? ന്യൂസ് ഫീഡിനകത്ത് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ എന്താ പറ്റുക? ന്യൂസ് ഫീഡിനകത്ത് ഷെയർ ചെയ്യുമ്പം കാണുന്ന ആൾക്കാർ പലരും അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യാറില്ല, അവരെ ഒളിഞ്ഞു നിന്ന് കാണുക. അപ്പം ഇപ്പം നമ്മൾ വാട്സാപ്പിൽ നമ്മൾ സ്റ്റേറ്റസ് കൊടുക്കുന്നു. ആ സ്റ്റേറ്റസ് നമ്മൾ ഇട്ട് കഴിയുമ്പം നമുക്കൊരു 200 210 ആൾക്കാരൊക്കെ നമ്മളുടെ സ്റ്റേറ്റസ് കാണുന്നുണ്ട്. പക്ഷേ ദേ ഡോണ്ട് put a conversation with us. Why? Because they may be jealous or they may be happy that we are in such a situation. So ഈ വിർച്വൽ ആയിട്ടുള്ള വേൾഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ക്രിയേറ്റിംഗ് സം കൈൻഡ് ഓഫ് എ വേൾഡ് ഇൻ വിച്ച് ദർ ഇസ് ഓൾവേസ് സം കൈൻഡ് ഓഫ് എ ജെലസി, കോമ്പറ്റീഷൻ, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ പറയുന്ന വിർച്വൽ വേൾഡിലുണ്ട്. ഓക്കെ. As it turns out, it is precisely this hyper-sharing that is threatening our sense of happiness. അത് നമ്മൾ പറഞ്ഞതാണ്. As I went about my research, it became clear that behind all the liking, commenting, sharing and posting, there were strong hints of jealousy, anxiety and in one case depression. Said one interviews about a Facebook friend. ഒരു ഇൻ്റർവ്യൂയി about a Facebook friend പറയാണ്. ഓക്കെ. Although he is my best friend, I kind of despise his updates. അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, പക്ഷേ അവൻ അപ്ഡേറ്റ്സ് കൊടുക്കുന്നതെല്ലാം എനിക്ക് അരോചകമായിട്ടാണ് തോന്നുന്നത്. I kind of despise it. Why do I despise it? Because I'm having some kind of a jealousy, അല്ലെങ്കിൽ കുശുമ്പ് എൻ്റെ മനസ്സിലുള്ളത് കൊണ്ടാണ്. ഓക്കെ. So, as I dug deeper, I discovered disturbing byproducts of Facebook's rapid ascension
three new distressing ways in which the social media giant is fundamentally altering our daily sense of well-being in both our personal and work lives. അപ്പോൾ എന്താ പറയുക, ഞാൻ അതിനെപ്പറ്റി ഗഹനമായിട്ട് ചിന്തിച്ചപ്പോൾ ആസ് ഐ വെൻറ്റ് ഓൺ ഡീപ്പർ ഐ ഡിസ്കവേർഡ് ഡിസ്റ്റർബിങ് ബൈ പ്രോഡക്ട്സ് എന്ന് വെച്ചാൽ എന്താ, ഡിസ്റ്റർബിങ് ആയിട്ടുള്ള പല റിസൾട്ട്സും ഞാൻ കണ്ടു ഓഫ് ഫേസ്ബുക്സ് റാപ്പിഡ് അസെൻഷൻ എന്ന് വെച്ചാൽ അസെൻഷൻ എന്ന് വെച്ചാൽ കയറ്റം, അസെൻഷൻ കയറ്റമാണ്, ഡിസെൻഷൻ എന്ന് വെച്ചാൽ ഇറക്കം. അപ്പോൾ ഫേസ്ബുക്കിൻ്റെ പെട്ടെന്നുള്ള കയറ്റത്തെ പറ്റിയാണ്. ത്രീ ന്യൂ ഡിസ്ട്രസ്സിങ് എന്ന് വെച്ചാൽ വിഷമം തരുന്ന, ഡിസ്ട്രസ്സിങ് വേസ് ഇൻ വിച്ച് ദ സോഷ്യൽ മീഡിയ ജയൻറ്റ് ഇവിടെ ആരാ, ഫേസ്ബുക്ക് ഈസ് ഫണ്ടമെൻ്റലി ഓൾട്ടറിങ് അവർ ഡെയിലി സെൻസ് ഓഫ് വെൽബീയിങ്. ഇറ്റ് ഈസ് ചേഞ്ചിങ് അവർ ഡെയിലി സെൻസ് ഓഫ് വെൽബീയിങ്. നമ്മളുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിനെ അത് മാറ്റുന്നുണ്ട് ഇൻ ബോത്ത് അവർ പേഴ്സണൽ ആൻഡ് വർക്ക് ലൈഫ്സ്. ഇറ്റ് ഈസ് ക്രിയേറ്റിംഗ് സം കൈൻഡ് ഓഫ് എ കോമ്പറ്റീഷൻ, ഇറ്റ് ഈസ് ക്രിയേറ്റിംഗ് സം കൈൻഡ് ഓഫ് എ ജെലസി, ഇറ്റ് ഈസ് ക്രിയേറ്റിംഗ് സം കൈൻഡ് ഓഫ് എ ആങ്സൈറ്റി ഓൾസോ. മനസ്സിലായോ? സോ ഈ റീസൺസ് ഒക്കെ പറയുകയാണിപ്പം അടുത്തത്. ഫസ്റ്റ്, ഇറ്റ് ഈസ് ക്രിയേറ്റിംഗ് എ ഡെൻ ഓഫ് കമ്പാരിസൺ. എന്ന് വെച്ചാൽ എന്താ, ഒരു ഗുഹ ഓഫ് കമ്പാരിസൺ എന്താ, എൻ്റെ ലൈഫും നിൻ്റെ ലൈഫും കൂടെ കമ്പയർ ചെയ്യുന്നു. സിൻസ് ആർ ഫേസ്ബുക്ക് പ്രൊഫൈൽസ് ആർ സെൽഫ് ക്യൂറേറ്റഡ് എന്ന് വെച്ചാൽ നമ്മളെ തന്നെയാണ് ഫേസ്ബുക്ക് പ്രൊഫൈലിലൊക്കെ പിക്ചേഴ്സൊക്കെ ഇടുന്നത്. Users have a strong bias towards the sharing positive milestones and avoid mentioning the more humdrum negative parts of their lives. അപ്പോൾ എപ്പോഴും നമ്മുടെ ഫേസ്ബുക്ക് എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ട് വെക്കാനേ ശ്രമിക്കത്തുള്ളൂ. അപ്പം ഓൾവേസ് ഇപ്പോൾ വീട്ടിലൊക്കെ വഴക്കുണ്ടെങ്കിലും ഹസ്ബൻഡും വൈഫും കൂടെ എന്താ ചെയ്യുക, അവരെപ്പോഴും സന്തോഷിക്കുന്ന, അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫിനെ എടുത്ത് പൊക്കി നിൽക്കുന്ന ഫോട്ടോസ്, അല്ലെങ്കിൽ വൈഫ് ഹസ്ബൻഡ് ഉമ്മ കൊടുക്കുന്ന ഒരു ഫോട്ടോയോ, ഇങ്ങനത്തെ ഫോട്ടോസൊക്കെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ അതൊന്നും അല്ലാത്ത ലൈഫുള്ള വേറെ ആൾക്കാരുണ്ട്. അപ്പം അവർക്ക് അതൊരു കൈൻഡ് ഓഫ് ജെലസിയാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, they don't know what is the truth behind that, but they are initiated with some kind of a jealousy. Okay, accomplishments like, hey, I just got promoted. അപ്പം ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഇടാറുണ്ട്, നമുക്ക് ജോലി കിട്ടുമ്പോൾ, ഹേ ഐ ജസ്റ്റ് ഗോട്ട് എ ജോബ്, ഹേ ഐ ജസ്റ്റ് ഗോട്ട് പ്രൊമോട്ടഡ്, ഓർ ടേക്ക് എ ലുക്ക് അറ്റ് മൈ ന്യൂ സ്പോർട്സ് കാർ എക്സെട്ര. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അതൊന്നും വാങ്ങിക്കാൻ പറ്റാത്ത വേറൊരു കൂട്ടരുണ്ട്, അവർക്ക് ജലസിയാണ് വരുന്നത്. ഓക്കെ, ട്രംപ് ഷെയറിംഗ് ദ ഇൻട്രിക്കസീസ് ഓഫ് എ ഡെയിലി commute or a life shattering divorce. Okay, so what happens here is that നമ്മളുടെ ഡെയിലി ആയിട്ടുള്ള അക്കംപ്ലിഷ്മെൻറ്റ്സ് ഒക്കെയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. വി ഡോണ്ട് ഷെയർ ദ ഇൻട്രിക്കസീസ് ഓഫ് ദ ഡെയിലി കമ്മ്യൂട്ട് എന്ന് വെച്ചാൽ ജോലിക്ക് പോയിട്ട് വീട്ടിൽ വരുന്ന ആ ഒരു ട്രാവലിനെയാണ് നമ്മൾ കമ്മ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ ദുരിതങ്ങൾ, നമ്മൾ ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുന്ന ദുരിതങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ പിന്നെ കുറേ വിഷമങ്ങൾ, ഇതൊക്കെ നമ്മൾ പങ്കുവെക്കുന്നതിന് പകരം വി ഓൾവേസ് ടെൻഡ് ടു മേക്ക് ദ ഫേസ്ബുക്ക് പ്രൊഫൈൽ വെരി ഹാപ്പി and thus make the people understand that we are leading a very happy life. We don't, നമ്മൾക്കിപ്പം വിഷമങ്ങളൊക്കെ നമുക്കുണ്ട്, അതായത് നമ്മുടെ ജോലി ഭാരമൊക്കെ ഉണ്ട്, പക്ഷേ we don't put it in Facebook, എനിക്ക് ഇത്രയും ജോലി ഭാരം ഉണ്ട് എന്നൊന്നും നമ്മൾ ഇടാറില്ല നാച്ചുറലി. ഓക്കെ, അപ്പോൾ പലരും എഴുതാറുണ്ട്, പക്ഷേ നോർമലായിട്ട് നമ്മൾ എഴുതാറില്ല. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഐ ഹാവ് ഡിവോഴ്സ്ഡ് എന്ന് പറഞ്ഞിടത്തില്ല, ഐ ഹാവ് മാരീഡ് എന്ന് നമ്മളിടും, പക്ഷേ ഐ ഹാവ് ഡിവോഴ്സ്ഡ് എന്ന് നമ്മൾ ഇടാറില്ല. ഓക്കെ, ദിസ് ക്രിയേറ്റ്സ് ആൻ ഓൺലൈൻ കൾച്ചർ ഓഫ് കോമ്പറ്റീഷൻ ആൻഡ് കമ്പാരിസൺ. ഇത് ഒരു കോമ്പറ്റീഷനും കമ്പാരിസണും വേണ്ടി വഴിവെക്കുന്നു. വൺ ഇൻ്റർവ്യൂയി എന്ന് പറഞ്ഞാൽ എന്താ, ഇൻ്റർവ്യൂവർ എന്ന് പറഞ്ഞാൽ എന്താ, ഇൻ്റർവ്യൂയി എന്ന് വെച്ചാൽ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ, ഇൻ്റർവ്യൂവർ എന്ന് വെച്ചാൽ ഇൻ്റർവ്യൂ എടുക്കുന്നയാൾ. ഓക്കെ, അപ്പോൾ ഇൻ്റർവ്യൂയി ഈവൻ റിമാർക്ഡ്, ഐ ആം pretty competitive by nature, so when my close friends post good news, I always try and one up them. പലരും they are ambitious, പല ആൾക്കാരും ambitious ആണ്. നമ്മൾ ambitious ആകുന്നത് എന്തുകൊണ്ടാണ്, നമുക്ക് മറ്റൊരാളെ പോലെ ആകാൻ പറ്റരുത്. അതായത് നമ്മൾ ഒരു പാവപ്പെട്ട ഒരാൾ,
അയാളുടെ ഒരു ലൈഫ് മിസറബിൾ ആയിട്ടുള്ള ഒരു ലൈഫ് പോലെ നമ്മളുടെ ലൈഫ് ആകരുത്. അല്ലെങ്കിൽ നമ്മൾക്ക് വേറെ ഏതെങ്കിലും ഒരു കസിൻസോ എല്ലാം ഉണ്ട്, അവർ ജോലിയില്ലാതെ നടക്കുന്നു, അവരെ പോലെ ആവരുത്. നമുക്ക് എപ്പോഴും കോമ്പറ്റേറ്റീവായിട്ട് ഒരു പോർഷ് കാർ വേണം, അല്ലെങ്കിൽ ഒരു BMW കാർ വേണം, അല്ലെങ്കിൽ ഇതൊന്നും അല്ലാതെ കുറച്ച് ഐഫോൺ വേണം, അങ്ങനെയുള്ള കുറച്ച് ചിന്തകളാണ് നമ്മൾ എപ്പോഴും നയിക്കുന്നത്. അപ്പം വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഹീ ഈസ് സേയിങ് ദാറ്റ് ഹീ ഈസ് വെരി കോമ്പറ്റേറ്റീവ് ബൈ നേച്ചർ. അപ്പം ഇയാൾ ഭയങ്കര കോമ്പറ്റേറ്റീവാണ്. പക്ഷേ ഈ കോമ്പറ്റേറ്റീവ് ആകുന്നത് എപ്പോഴാണ്? വെൻ ഹീ സീസ് ദാറ്റ് ഹിസ് ഫ്രണ്ട് ഈസ് ഡൂയിങ് സംതിങ്. അപ്പോഴാണ് നമുക്ക് കോമ്പറ്റീഷൻ ഇച്ചിരി കൂടുന്നത്. ആൻഡ് ദസ് വി വോണ്ട് ടു ബി more good than them. Okay. Comparing ourselves to others is a key driver of unhappiness. അപ്പോൾ അൺഹാപ്പിനെസ് എന്ന് വെച്ചാൽ എന്താ? അൺഹാപ്പിനെസ് ഇസ് കോസ്ഡ് ബൈ കമ്പാരിസൺ ഓഫ് സംതിങ്. അതായത് നമുക്കിപ്പം നമ്മളുടെ ലൈഫിനെ പറ്റി നമ്മൾ ഹാപ്പി ആകുന്ന എപ്പോഴാണ്? നമ്മളുടെ ലൈഫിനെ പറ്റി നമുക്ക് സംതൃപ്തി ഉള്ളപ്പോൾ. ബാക്കി ആര് നമ്മളെ പറ്റി എന്ത് പറഞ്ഞാലും നമുക്കത് ചെവിക്കൊള്ളേണ്ട കാര്യമില്ല. വൺസ് വി ആർ ഹാപ്പി വിത്ത് അവർ ലൈഫ്. അപ്പം ഈ ഒരു ഹാപ്പിനെസ് നിലനിൽക്കണമെങ്കിൽ വി ഷുഡിൻ കമ്പയർ അവർ ലൈഫ് ടു സംബഡി എൽസസ് ഹാപ്പിനെസ്. സോ Tom DeLonge, author of Flying Without a Net, even describes a comparing trap. ഒരു കമ്പയറിംഗ് ട്രാപ്പിനെ പറ്റി ടോം ഡിലോങ് എന്ന് പറയുന്ന ഒരു ഓഥർ പറയുന്നുണ്ട്. He writes, no matter how successful we are and how many goals we achieve, this trap causes us to recalibrate our accomplishments. So whatever it is, നമുക്കൊരു ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളായിരിക്കാം നമ്മൾ, പക്ഷേ നമ്മൾ എത്ര ഗോൾസ് അച്ചീവ് ചെയ്താലും ഈ പറയുന്ന ഒരു കമ്പാരിസൺ ട്രാപ്പ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മളുടെ അക്കംപ്ലിഷ്മെൻറ്റ്സ് എല്ലാം നമുക്കൊരു പുച്ഛത്തോടെയായിരിക്കും നമ്മൾ കാണുന്നത്. ഓക്കെ. ആൻഡ് റീസെറ്റ് ദ ബാർ ഫോർ ഹൗ വി ഡിഫൈൻ സക്സസ്. ആൻഡ് ദെയർഫോർ കമ്പയറിങ് സംബഡി എൽസസ് ലൈഫ് വി ഓൾവേസ് ടെൻഡ് ടു മേക്ക് ourselves ലിറ്റിൽ. ഓക്കെ. നമ്മളെ തന്നെ ചെറുതായി കാണാൻ തുടങ്ങും. ഓക്കെ. അതാണ് ഇവിടെ ഇയാൾ പറയുന്നത്. ദ ഓഥർ ഈസ് സേയിങ് ദാറ്റ് വി ആർ ഓൾവേസ് trying to make a small changes in our life. അല്ലെങ്കിൽ ഒരു സ്മോൾ വിഷമങ്ങളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ. വി ഡിഫൈൻ ദ സക്സസ് ഇസ് ഓൾവേസ് ഡിഫൈൻഡ് ബൈ ഹൗ ഹാപ്പി വി ആർ, ബൈ നോട്ട് കമ്പയറിങ് വിത്ത് സംബഡി എൽസസ് ലൈഫ്. And as we judge the entirety of our own lives against the top 1% of our friends' lives, we are setting impossible standards for ourselves, making us more miserable than ever. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് പറയുന്നത് എന്താ? വി ജഡ്ജ് നമ്മളുടെ ഫുൾ ലൈഫ്, നമ്മൾ എത്ര സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളാണെങ്കിലും, നമ്മൾക്കിപ്പം ഒരു 100 പേരെ തോൽപ്പിക്കാൻ പറ്റി, ആ 100 പേരെ തോൽപ്പിച്ചു കഴിഞ്ഞാലും നമ്മളുടെ ഒരു 1% of our friends are more successful than us, and it is creating some kind of a comparison trap within us. അപ്പോൾ we are feeling that we are none, അവരുടെ മുന്നിൽ ഒന്നും അല്ല എന്നുള്ളൊരു തോന്നൽ വരും. അപ്പം ദാറ്റ് ആ ഫീലിംഗ് ക്രിയേറ്റ്സ് എ കൈൻഡ് ഓഫ് മിസറബിൾനെസ്, അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് വിഷമം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാക്കാൻ തുടങ്ങും. ആൻഡ് ഇറ്റ് ലീഡ്സ് ടു ഡിപ്രഷൻ ഓൾസോ. ഓക്കെ. നൗ ദ സെക്കൻഡ് തിങ് ഈസ് fragmenting our time. Facebook എന്താ ചെയ്യുക? First one is it is always creating some kind of a comparison. Now the second one is it is fragmenting our time. Not surprisingly, Facebook's horizontal strategy encourages users to log in more frequently from different devices. അപ്പം എന്താ ഫേസ്ബുക്ക് ചെയ്യുന്ന? ഫേസ്ബുക്കിന് നേരിട്ടുള്ള സ്ട്രാറ്റജി എന്താ? ഇറ്റ് മേക്സ് people log in to the device. അല്ലെങ്കിൽ നിശ്ചയമായി നമുക്ക് ഉറപ്പാണ് ഫേസ്ബുക്കിൻ്റെ സ്ട്രാറ്റജി ഇതാണെന്ന്. പക്ഷേ വി ആർ ഓൾവേസ് അല്യൂഡ്, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് അട്രാക്റ്റഡ് ആണ് ഫേസ്ബുക്കിലോട്ട്. നമ്മൾ പല ഡിവൈസസിൽ കൂടി ഫേസ്ബുക്കിൽ ലോഗിൻ ചെയ്യും. വി ആർ ഓൾവേസ് ഇൻ ടച്ച് വിത്ത് ഫേസ്ബുക്ക്, വാട്ട് ഈസ് ഗോയിങ് ഓൺ അറൗണ്ട്, നമ്മളുടെ ഫ്രണ്ട്സിൻ്റെ ലൈഫിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ഇതെല്ലാം വി ആർ സീയിങ്. ഓക്കെ. So, my interviewees regularly accessed Facebook from the office, at home through their iPads, and while out shopping on their smartphones. അപ്പം ഞാൻ ഇൻ്റർവ്യൂ ചെയ്ത ഡാനിയൽ ഗുലാട്ടി പറയുകയാണ്, ഞാൻ ഇൻ്റർവ്യൂ ചെയ്ത പലരും they were always regularly accessing Facebook from the office. ഓഫീസിലിരിക്കുമ്പോൾ ഫേസ്ബുക്ക് ആക്സസ് ചെയ്യും. പിന്നെ അവരെന്ത് ചെയ്യുക? വീട്ടിൽ പോകുന്ന വഴിക്ക് ഫേസ്ബുക്ക് ആക്സസ് ചെയ്യും. പിന്നെ
എന്താ ചെയ്യുക, ഷോപ്പിങ്ങിന് പോകുമ്പോൾ സ്മാർട്ട് ഫോൺസിൽ ഒരു ഫേസ്ബുക്ക് ആക്സസ് ചെയ്യും, വൈൽ അവർ വൈഫ്സ് ആർ ജസ്റ്റ് മൂവിങ് അറൗണ്ട് ഷോപ്പിംഗ്. ഓക്കെ, this means that hundreds of millions of people are less present where they are. ഇതിൻ്റെ അർത്ഥം എന്താ, ദ പീപ്പിൾ ആർ ഫിസിക്കലി പ്രസൻറ്റ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ പ്ലേസ്, ദേ ആർ നോട്ട് മെൻ്റലി പ്രസൻറ്റ്. മനസ്സിലായോ? ഇപ്പം തന്നെ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ പലരും ഫേസ്ബുക്കിലൊക്കെ കയറി ഇരിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പം അതിൻ്റെ അർത്ഥം എന്താ, പലരും ഇതിൻ്റെ അകത്ത് ഇത് ചിലപ്പം ഫുൾ വോളിയത്തിൽ അല്ലെങ്കിൽ ലൗഡ് സ്പീക്കറിലിട്ട് പാരൻസിനെ കേൾപ്പിച്ച് വെച്ചിട്ടായിരിക്കും അവരപ്പുറത്ത് പോയി ഫോണിൻ്റെ അകത്ത് ഇങ്ങനെ കുത്തി കുത്തി കളിക്കുന്നത്. അപ്പം ദീസ് പീപ്പിൾ cannot take a single time out of Facebook. They are always in Facebook. Facebook is a kind of addiction for them. Okay, so perhaps it's time to reply your messages stuck in traffic. It is time to browse your newsfeed. Recounted one interviewee, I almost got hit by a car while using Facebook crossing the street. അപ്പോൾ എന്താ ഇവിടെ നടക്കുക, വൈ ആർ വി ഓൾവേസ് ലുക്കിംഗ് ഇൻ ടു ഫേസ്ബുക്ക്, വി ആർ ഗോയിങ് ഇൻ ടു ഫേസ്ബുക്ക് ബിക്കോസ് വി ഓൾവേസ് വോണ്ട് ടു നോ വാട്ട് ഈസ് ഗോയിങ് അറൗണ്ട് അസ്. നമ്മുടെ ചുറ്റുമുള്ള കൊറോണ എവിടം വരെയായി, നമ്മുടെ ചുറ്റുമുള്ള ബാക്കി കാര്യങ്ങളൊക്കെ എവിടം വരെയായി, നമ്മുടെ ചുറ്റും ഇപ്പം ഫ്രാങ്കോ മുളക്കലിന് വധശിക്ഷ കിട്ടുമോ, അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത് എവിടം വരെയായി, സ്വപ്ന എവിടെയായി, സരിത എന്ത് ചെയ്യുന്നു, ബാലഭാസ്കറിൻ്റെ കൊലപാതകത്തിൽ വല്ലതും ഇവർക്ക് പങ്കുണ്ടോ, ആക്സിഡൻറ്റിൽ വല്ലതും പങ്കുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ വി ആർ കണ്ടിന്യൂസ്ലി ബ്രൗസിങ് ആൻഡ് ബ്രൗസിങ്. Okay, we are always tending to get more knowledge about things that are around us. അതുപോലെ തന്നെ നമ്മളുടെ തന്നെ ഫ്രണ്ട്സ് തന്നെ നമ്മളോട് വന്ന് പറയും, എടാ നീ ഇന്ന സംഭവം നീ കണ്ടില്ലേ ഫേസ്ബുക്കിൽ, അയ്യേ നീ എന്ത് സംഭവമാടാ ഫേസ്ബുക്കൊക്കെ എടുത്ത് നോക്കണ്ടേ. അപ്പോൾ അതൊക്കെ പറയുമ്പോൾ ഇറ്റ് ക്രിയേറ്റ്സ് എ കൈൻഡ് ഓഫ് എന്താ പറയുന്നത് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. അത് ഓവർകം ചെയ്യാനാണ് നമ്മളെപ്പോഴും ഫേസ്ബുക്കിൽ കയറി ഇരിക്കുന്നത്. ഓക്കെ, അപ്പം ഒരു ഇൻ്റർവ്യൂ ചെയ്ത ആൾ എന്താ പറഞ്ഞത്, ഐ ഓൾമോസ്റ്റ് ഗോട്ട് ഹിറ്റ് ബൈ എ കാർ വൈൽ ക്രോസിങ് ഫേസ്ബുക്ക് യൂസിങ് ഫേസ്ബുക്ക് ക്രോസിങ് ദ സ്ട്രീറ്റ്. അപ്പം ഞാൻ സ്ട്രീറ്റ് ക്രോസ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്തപ്പോൾ ഫേസ്ബുക്ക് യൂസ് ചെയ്തത് കൊണ്ട് ഒരു കാർ എന്നെ വന്ന് ഇടിക്കേണ്ടതായിരുന്നു. Leaving the risk of a real physical harm aside, the issue with this constant tabbing between a real life task and Facebook. ടാബിങ് എന്ന് വെച്ചാൽ എന്താ, ഗോയിങ് ഫോർത്ത് ആൻഡ് ബാക്ക്, മുന്നോട്ടും പുറകെയും പോവുക, അതാണ് ടാബിങ് എന്ന് വെച്ചെന്നാൽ. ഓക്കെ, അപ്പം വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ ബിറ്റ്വീൻ റിയൽ ലൈഫ് ടാസ്ക് ആൻഡ് ഫേസ്ബുക്ക് ഈസ് വാട്ട് എക്കണോമിസ്റ്റ് ആൻഡ് സൈക്കോളജിസ്റ്റ് കോൾ സ്വിച്ചിങ് കോസ്റ്റ്. അപ്പം റിയൽ റിസ്ക് ഓഫ് ഫിസിക്കൽ ഹാം, നമ്മളുടെ ഫിസിക്കൽ ഹാമൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് ദ ഇഷ്യൂ വിത്ത് കോൺസ്റ്റൻറ്റ് ടാബിങ്, നമ്മളുടെ റിയൽ വേൾഡും വെർച്വൽ വേൾഡുമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മാറ്റങ്ങൾ. ഓക്കെ, അതെന്താ ചെയ്യുക, ഇറ്റ് ഈസ് കോൾഡ് സ്വിച്ചിങ് കോസ്റ്റ്, ദാറ്റ് ഈസ് ലോസ് ഓഫ് പ്രൊഡക്ടിവിറ്റി അസോസിയേറ്റഡ് വിത്ത് ചേഞ്ചിങ് ഫ്രം വൺ ടാസ്ക് ടു അനദർ. നമ്മളുടെ പ്രൊഡക്ടിവിറ്റിയാണ് അത് കോസ്റ്റ് ചെയ്യുന്നത്. പ്രൊഡക്ടിവിറ്റി എന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രൊഡക്റ്റീവായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളുടെ ഇടയ്ക്കായിരിക്കും നമ്മൾ ഓർക്കുന്നത്, പഠിക്കുന്നതിൻ്റെ ഇടയ്ക്കായിരിക്കും ഓർക്കുന്നത്, അയ്യോടാ ഫേസ്ബുക്ക് നോക്കിയില്ലല്ലോ, അപ്പോൾ നമ്മൾ ഫേസ്ബുക്കിൽ കയറി നോക്കും, അപ്പോൾ പഠിത്തം അവിടെ പകുതിക്ക് വെച്ചിരിക്കുക. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് ടുവേർഡ്സ് ദി എൻഡ് മാർക്ക് വരുമ്പോൾ പൂജ്യമായിരിക്കും, വട്ടപൂജ്യമായിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പം famed author Dr. Srikumar Rao attributes mindfulness over multitasking, okay, as one of his 10 steps to happiness at work. മൈൻഡ്ഫുൾനെസ്, മൾട്ടി ടാസ്കിങ്, നമുക്ക് പലർക്കും മൾട്ടി ടാസ്കിങ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം ഞാനിപ്പം നിങ്ങളോട് സംസാരിക്കുന്നു, അറ്റ് എ ടൈം ഐ എം തിങ്കിങ് അബൌട്ട് ഹൗ ഐ ക്യാൻ ഇംപ്രസ് യു വിത്ത് മൈ ടീച്ചിങ്. അതേപോലെ തന്നെ പിന്നെ ഐ എം ഓൾവേസ് തിങ്കിങ് വെദർ മോസ്റ്റ് ഓഫ് യു വിൽ ബി ലിസണിങ് ടു മീ. പക്ഷേ മൈൻഡ്ഫുൾനെസ് എന്ന് വെച്ചാൽ എന്താ, നമ്മളുടെ ആ ഒരു ശ്രദ്ധ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ. ഈ ഡോക്ടർ ശ്രീകുമാർ റാവു പറയുന്നത് എന്താ, ശ്രീകുമാർ റാവു പറയുന്നത് കോൺസെൻട്രേഷൻ വെച്ചിട്ടായിരിക്കും നമുക്ക് മൈൻഡ്ഫുൾനെസ് മാറ്റാൻ പറ്റുക. ഓക്കെ, കോൺസെൻട്രേഷൻ, ഒരു കാര്യത്തിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ നോട്ട് ബി മൂവിങ് അവേ. നമുക്ക് ഒരിക്കലും മൾട്ടി ടാസ്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പഠിക്കുന്നെങ്കിൽ പഠിക്കണം, പഠിച്ചിട്ട് ഇന്ന സമയത്ത് ഫേസ്ബുക്ക് എന്ന് വെച്ചാൽ ആ സമയത്ത് ഫേസ്ബുക്കിൽ പോകണം, അല്ലെങ്കിൽ പഠിക്കുക ഫേസ്ബുക്കിൽ കയറുക, പഠിക്കാതെ നടക്കത്തില്ല. ഓക്കെ, ദെൻ he argues that constant distractions lead to late and poor quality output, negatively impacting our sense of self-worth. അപ്പോൾ എന്താ ഇവിടെ പറയുക, പുള്ളി പറയുന്നത് നമ്മൾക്ക് എപ്പോഴും ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകുകയാണെങ്കിൽ ഇറ്റ് വിൽ ലീഡ് ടു പുവർ ക്വാളിറ്റി ഓഫ് ദ വർക്ക് ആൻഡ് ഇറ്റ് വിൽ നെഗറ്റീവ്ലി ഇമ്പാക്റ്റ് അവർ സെൻസ് ഓഫ്
സെൽഫ് വർത്ത്. നമ്മളുടെ തന്നെ നമുക്ക് നമ്മളെ പറ്റി തോന്നുന്ന ഒരു സെൽഫ് വർത്ത് ഉണ്ട്, നമ്മൾ എന്തിനും പോസിബിൾ ആണ്, എന്തിനും കെൽപ്പുള്ളവരാണെന്നുള്ള ആ ഒരു സെൽഫ് വർത്തിനെ ഇത് ഒരുപാട് ഡിസ്റ്റോർട്ട് ചെയ്യും അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യും. ഓക്കെ, നൗ ലാസ്റ്റ്, there is a decline of close relationships. Gone are the days where Facebook merely complemented our real life relationships. Now Facebook is actually winning share of our core offline interactions. One participant summed it up simply: we Facebook chat instead of meeting up. It is easier. അപ്പം മുൻപൊക്കെ നമുക്ക് പഴയ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. പക്ഷേ ഇപ്പോഴെന്ന് വെച്ചാൽ എല്ലാവർക്കും ഈ ഫേസ്ബുക്ക് ചാറ്റ് ഉള്ളത് കൊണ്ട് എല്ലാവരും ദേ ആർ മോർ കംഫർട്ടബിൾ വിത്ത് ചാറ്റിംഗ് വിത്ത് ദീസ് ഫ്രണ്ട്സ് റാദർ ദാൻ മീറ്റിംഗ് ദം. അപ്പം അതിലൂടെ ഒരു നേരിട്ടുള്ള അല്ലെ ഫേസ് ടു ഫേസ് ആയിട്ടുള്ള മീറ്റിംഗ്സ് ഒക്കെ കുറഞ്ഞു വരികയാണ്. എവറിത്തിങ് ഈസ് ഇൻ ദ വെർച്വൽ വേൾഡ്, ചാറ്റിംഗ്. അപ്പം അതേപോലെ തന്നെ അപ്പം എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത്? ഇറ്റ് വിൽ ഒബ്സ്ട്രക്റ്റ് അവർ ഹാപ്പിനെസ്സിനെ ഒബ്സ്ട്രക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് പോയിന്റ്, ഹാപ്പിനെസ്സിനെ ഒബ്സ്ട്രക്റ്റ് ചെയ്യുന്നത് ബിക്കോസ് വി ഫീൽ എ കൈൻഡ് ഓഫ് ജെലസി ലുക്കിംഗ് അറ്റ് ദ അതർ പീപ്പിൾസ് സ്റ്റേറ്റസ് എക്സെട്ര. സെക്കൻഡ് വൺ ഈസ് ദാറ്റ് വി ആർ ഓൾവേസ് ഹാവിങ് എ ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ അവർ particular job. എന്തുകൊണ്ടാണ്? because of the constant distractions that Facebook causes. Now the third one is that close relationships കാണില്ല because the constant face-to-face meetings are not there. Everything is in the Facebook. So as Facebook adds new features such as video chat, it is fast becoming a viable substitute for meetings, relationship building, and even family get-togethers. അപ്പോൾ ഇപ്പം നമുക്ക് ഫേസ്ബുക്ക് ചാറ്റിനകത്ത് വി ക്യാൻ ഓൾസോ ഡു വീഡിയോ കോൾ ചാറ്റ്സ്. അപ്പോൾ വീഡിയോ കോൾ ചാറ്റ്സിലൂടെ എവറിത്തിങ് ഇറ്റ് ഈസ് ബിക്കമിങ് എ സബ്സ്റ്റിറ്റ്യൂട്ട്. ഇപ്പം നമ്മുടെ കൊറോണ ആയതുകൊണ്ടും കൂടെ വി ക്യാൻ നോ ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ വെർച്വൽ വേൾഡ്. അപ്പോൾ വെർച്വൽ വേൾഡിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് തന്നെ ഹൈക്കപ്പ് ചെയ്യുകയാണ് ഫേസ്ബുക്കിലെ വീഡിയോ കോൾസൊക്കെ. അപ്പോൾ ബട്ട് ഈച്ച് ടൈം ഫേസ്ബുക്ക് ഇൻ്ററാക്ഷൻ റീപ്ലേസസ് എ റിച്ചർ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ സച്ച് ആസ് an in-person meeting, a long phone call, or even a date at a restaurant, people miss opportunities to interact more deeply than face could ever accommodate. അപ്പോൾ ഫേസ്ബുക്കിന് നമ്മളുടെ കോൺവെർസേഷൻസൊക്കെ എടുക്കാനുള്ളൊരു പരിധിയുണ്ട്. കാരണം നമ്മളിപ്പോൾ വാട്സാപ്പിലൊക്കെ ചാറ്റ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ പലരും വായിക്കുന്നത് അവരുടെ ആ എഴുതുന്നയാളുടെ വോയിസിലായിരിക്കും, അല്ലെങ്കിൽ അയാൾ ഏത് സൗണ്ടിലാണ് അത് ഇടുന്നതെന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ വാട്സാപ്പിലൊക്കെ ഇമോജീസൊക്കെ ഇടാറില്ലേ, ആ ഇമോജീസൊക്കെ നമുക്ക് ഓരോ അർത്ഥങ്ങളാണ് തരുന്നത്. പക്ഷേ ആ ഒരു ഫേസ് ടു ഫേസ് ആയിട്ടുള്ള ഇൻറ്ററാക്ഷൻസ്, ആ ഫേസിൻ്റെ എക്സ്പ്രഷൻസൊക്കെ നമുക്ക് മിസ് ചെയ്യുകയാണ്. ഇമോജീസൊക്കെയാണ് ആ എക്സ്പ്രഷൻസൊക്കെ എടുക്കുന്നത്. ഓക്കെ, therefore as Facebook continues to add new features to help us connect more efficiently online, the battle to maintain offline relationships will become even more difficult. ഇപ്പോൾ ഫേസ്ബുക്ക് ഓൺലൈനായിട്ടുള്ള മീറ്റിംഗ്സൊക്കെ ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ ഓഫ്ലൈൻ അല്ലെങ്കിൽ നമ്മളുടെ റിയൽ വേൾഡിലുള്ള മീറ്റിംഗ്സൊക്കെ കുറഞ്ഞു വരികയാണ്. ഇറ്റ് ഈസ് ഓൾസോ ബിക്കമിങ് മോർ ഡിഫിക്കൾട്ട് which will impact their overall quality, especially in the long run. അപ്പം നേരിട്ടുള്ള മീറ്റിംഗ്സിൻ്റെ ഓവറോൾ ക്വാളിറ്റിയെ ഇത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലൂടെ ഇത് പ്രശ്നം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഓൺലൈൻ മീറ്റിംഗ്സൊക്കെയാണ് എപ്പോഴും എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, Facebook is negatively affecting what psychology professor Jeffrey Parker refers to as the closeness properties of friendship. ഒരു ഫ്രണ്ടിൻ്റെ തോളിൻ്റെ പുറത്തുകൂടെ കൈയിട്ട് സംസാരിക്കുന്നതും ഫേസ്ബുക്കിൽ കൂടി ചാറ്റ് ചെയ്യുന്നതിലും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പക്ഷേ വാട്ട് എവർ ഇറ്റ് ഈസ്, ഫേസ്ബുക്ക് ഈസ് എഫക്റ്റിംഗ് അസ് ഡീപ്ലി. ഫേസ്ബുക്ക് ഈസ് എഫക്റ്റിംഗ് അസ് ഡീപ്ലി ബട്ട് വി ആർ നോട്ട് അവെയർ ഓഫ് ഇറ്റ്. നമ്മൾ അതിന് ഒത്ത് നമ്മൾ നിന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, so what should we do to avoid these 3 traps? ഈ 3 ട്രാപ്പുകൾ അവോയ്ഡ് ചെയ്യാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? Recognizing that quitting Facebook altogether is unrealistic. ഇത് കേട്ടപാടെ പലരും ചിലപ്പോൾ ഫേസ്ബുക്ക് ഡിലീറ്റ് ചെയ്യാൻ പോകും. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും അവർ വരും. അപ്പോൾ ക്വിറ്റിംഗ് ഫേസ്ബുക്ക് ഇസ് ആൻ അൺറിയലിസ്റ്റിക്, റിയൽ ആയിട്ടുള്ളൊരു കാര്യമല്ല, നടക്കുന്നൊരു കാര്യമല്ല. We can still take measures to alter our usage patterns and strengthen our real world relationships. നമുക്ക് പലതും ചെയ്ത് നമ്മളുടെ റിയൽ വേൾഡ് റിലേഷൻഷിപ്സിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്.
Some useful tactics I have seen include blocking out a designated time for Facebook rather than visiting intermittently throughout the day. ഫേസ്ബുക്കിന് വേണ്ടി ഇന്ന സമയം വെക്കുക. നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടൊരു ടൈം ടേബിൾ അമ്മ സെറ്റ് ചെയ്തില്ലേ, കളിക്കാൻ വേണ്ടി ഇത്ര സമയം, ടി വി കാണാൻ വേണ്ടി ഇത്ര സമയം, അതേപോലെ തന്നെ ഫേസ്ബുക്കിൽ കയറാൻ വേണ്ടി ഒരു പ്രത്യേക സമയം നിശ്ചിതമായിട്ട് വെക്കുക. Selectively trimming Facebook friends list to avoid undesirable ex-partners and gossipy co-workers. എപ്പോഴും നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റൊക്കെ നോക്കി അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകളെ മൊത്തം അതിൻ്റെ അകത്തുനിന്ന് ഇറക്കി വിടുക. കുറേ പേര് ഇപ്പം എനിക്ക് തന്നെ ഇപ്പം ഈ കോളേജിൽ വന്നതിന് ശേഷം എനിക്ക് തന്നെ പല ഫ്രണ്ട് റിക്വസ്റ്റും വന്നിട്ടുണ്ട്. എൻ്റെ കുട്ടികളൊക്കെയാണ്. അപ്പം അതിൽ മിക്കതും ഞാൻ എടുക്കാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അവരെ മിക്കവരെയും പേഴ്സണലി എനിക്ക് അറിയത്തില്ല. അപ്പോൾ എനിക്ക് ഒന്നെങ്കിൽ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ എൻ്റെ അടുത്ത് വന്നിട്ടുള്ള, അല്ലെങ്കിൽ എനിക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മിസ്സേ ഇന്ന ക്ലാസ്സിലുള്ള ആളാണ് ഞാൻ, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഐ വിൽ ബി അഡ്മിറ്റിംഗ് ദം ഇൻ ടു മൈ ഫ്രണ്ട് ലിസ്റ്റ്. അല്ലെങ്കിൽ ഞാൻ അഡ്മിറ്റ് ചെയ്യാറില്ല. അപ്പോൾ അതേപോലെ തന്നെ യു ഹാവ് ടു കോൺസ്റ്റൻ്റ്ലി കീപ്പ് എ ചെക്ക് ടു ഹൂ ഓൾ ആർ ദെയർ ഇൻ യുവർ ഫ്രണ്ട് ലിസ്റ്റ്. അതായത് ഗോസിപ്പ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ, അല്ലെങ്കിൽ നമ്മളുടെ അൺഡിസൈറബിൾ, നമുക്ക് ഇഷ്ടമല്ലാത്ത കുറേ ആൾക്കാർ, അവരെയൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം അതിൻ്റെ അകത്തുനിന്ന്. ഓക്കെ. ആൻഡ് ഇൻവെസ്റ്റിംഗ് മോർ ടൈം ഇൻ ബിൽഡിംഗ് ഓഫ്ലൈൻ റിലേഷൻഷിപ്സ്, അതായത് റിയൽ വേൾഡുമായിട്ടുള്ള റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യാൻ വേണ്ടി നമ്മളെ കൊണ്ട് സാധിക്കുന്നതെല്ലാം നമ്മൾ ചെയ്യണം. The particularly courageous choose to delete Facebook from their smartphones and iPads and log off the platform entirely for long stretches of time. പലരും ഒരുപാട് കറേജിയസ് ആയിട്ടുള്ള, ഒരുപാട് ധൈര്യശാലികളായിട്ടുള്ള ആൾക്കാർ ഫേസ്ബുക്കേ ഡിലീറ്റ് ചെയ്ത് അതിൻ്റെ അകത്തുള്ള ഗുണഗണങ്ങളെല്ലാം മാറ്റി, അതിൻ്റെ അഡിക്ഷനൊക്കെ മാറ്റി അവരവരുടെ സ്വന്തം കാര്യം പ്രൊഡക്റ്റീവായിട്ട് ചെയ്ത് അവർ ഓഫ്ലൈനായിട്ടുള്ള റിലേഷൻഷിപ്സ് എല്ലാം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന പോകുന്ന ആൾക്കാരാണ്. സോ വാട്ട് ഹാപ്പൻസ് ടുവേർഡ്സ് ദി എൻഡ് ഇസ് ദാറ്റ് ഫേസ്ബുക്ക് ഈസ് ഓൾവേസ് മേക്കിംഗ് അസ് മിസറബിൾ. മനസ്സിലായോ? So that is the end of this particular essay. I hope you all understood. Now ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം, അതൊന്ന് ആൻസർ ചെയ്തേക്കണം. ദാറ്റ് ഇസ് ദ ആക്ടിവിറ്റി. ഗൂഗിൾ ക്ലാസ് റൂമിലായിരിക്കും ഞാൻ ക്വസ്റ്റ്യൻസ് ഇടുന്നത്, ഒന്ന് ആൻസർ ചെയ്തേക്കണം. ഓക്കെ, താങ്ക് യു.